السلام عليكم ورحمة الله وبركاته والصلاة والسلام على رسول الله صلى الله عليه وسلم بسم الله الرحمن الرحيم പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മലവൂർ സാഹിബ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ എൻ്റെ സുഹൃത്ത് ടി മുഹമ്മദ് ബഷീർ, മെമ്പർ ഓഫ് പാർലമെന്റ്, മറ്റു വേദിയിലും സദസ്സിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടെ, വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രത്യാശയോടെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ISM ഇസ്ലാമിക് സ്റ്റുഡൻസ് മൂവ്മെന്റ്, പോയിപ്പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ ഞങ്ങൾ, പലതും കണ്ട ഞങ്ങൾ, പലതും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ, വരും തലമുറയുടെ പ്രതിനിധികളായ നിങ്ങളെ, ഇനിയും പലതും കാണാനിരിക്കുന്ന നിങ്ങളെ അടിവെച്ച് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വളരുന്നു എന്നുള്ളതിൽ ഈ പോയിപ്പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് ആദരവുണ്ട്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക നാമധാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിസ്ലാമികമായ കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും പ്രതികരിക്കേണ്ടതും, ഇസ്ലാമിന് നേറ്റുകൊണ്ടിരിക്കുന്ന കളങ്കത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പര ധാരണയുടെയും പരസ്പര ഐക്യത്തിന്റെയും മതമാണ് ഇസ്ലാം എന്ന് ലോകത്തിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ചുമതലയും ബാധ്യതയും ഈ ഇരിക്കുന്ന വളർന്നു വരുന്ന തലമുറയ്ക്കിടെ മനുഷ്യ മഹാസാഗരത്തിനുണ്ട്. ഈ എന്റെ ജില്ലയായ തൃശ്ശൂര് പലതുകൊണ്ടും പ്രത്യേകതയുള്ള ഒരു ജില്ലയാണ്. ഒരു കാലത്ത് കോമ്പസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ, അതായത് വടക്ക് നോക്കി യന്ത്രങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ, വെള്ളത്തിന്റെ രുചി അറിഞ്ഞുകൊണ്ട് മാത്രം കപ്പലും ബോട്ടും ഓടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അനുയായി മലിക് ദിനാർ റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഞാൻ ജനിച്ചു വളർന്ന് കളിച്ച നാട്ടികയുടെ തൊട്ടടുത്തുള്ള മുസരിസ് പട്ടണം അന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂര് ആ കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് ഇവിടെ വന്നിറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ഇവിടെ മുസ്ലിമീങ്ങളായ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവരെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് സ്വീകരിക്കുകയും അവർക്ക് കരിക്ക് കൊടുക്കുകയും അവർക്ക് പള്ളി വെക്കാനും മദ്രസ വെക്കാനും സ്ഥലം അനുവദിക്കുകയും അതുകൂടാതെ അവർക്ക് മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തത് വിശാലഹൃദയ ഹൈന്ദവ സഹോദരീ സഹോദരന്മാരാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ പ്രവർത്തനം നോക്കി, ഇസ്ലാമിന്റെ മനോഭാവം നോക്കി, സഹിഷ്ണുത നോക്കി, അന്യരെ സഹായിക്കാനുള്ള മനസ്ഥിതി നോക്കി, ഇസ്ലാമിന്റെ നല്ല പ്രവർത്തനങ്ങൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇസ്ലാം പടർന്ന് പന്തലിച്ച് ഈ കാണുന്ന മനുഷ്യ സാഗരങ്ങൾ ഉണ്ടാകാൻ കാരണമായത്. നാം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ രാജ്യസ്നേഹികളായി തന്നെ വളരാനേ പാടുള്ളൂ. ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു നിരപരാധിയെ കൊന്നാൽ ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊല്ലുന്നതിൽ പ്രതിയാകുമെന്ന് പറഞ്ഞ, ഈ ലോകത്തിന്റെ മുഴുവൻ ആളുകളെയും കൊന്ന കേസിൽ നീ പ്രതിയാകുമെന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഒരിക്കലും ഭീകരവാദികളോ തീവ്രവാദികളോ ആകാൻ പാടില്ല. നാം മനുഷ്യ സ്നേഹികളാകാനേ പാടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ആയതുകൊണ്ട് ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ
ഭാസുര, ഈ ഇരിക്കുന്ന എന്റെ വിദ്യാർത്ഥിനികൾ, സഹോദരന്മാർ, സഹോദരികൾ, ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ലോകത്ത് ഇന്ന് കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് തീർച്ചയായും ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി നാം ഒരുമിച്ച്, പ്രത്യേകിച്ച് യുവാക്കളെ, നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ശിർക്കിനും ബിദ്അത്തിനെതിരെ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അതിനെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. യോജിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം നാം ഒരുമിച്ച് യോജിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. പല സ്ഥലങ്ങളിൽ ചെന്നാൽ ഇന്ന് അവജ്ഞയോടുകൂടിയുള്ള ഒരു നോട്ടം ഇന്ന് കാണുന്നതാണ്. അതിന്റെ കാരണം നമ്മളിൽ പെട്ട ചിലയിടത്തിന്റെ പ്രവൃത്തി ദോഷമാണ്. നിങ്ങൾ പത്രമെടുത്ത് വായിച്ചു നോക്കൂ, കാലത്ത് TV ഓൺ ചെയ്തു നോക്കൂ, ഒക്കെ പറയുന്നത് ഇസ്ലാം നാമധാരികളെ കുറിച്ചാണ്. നമ്മൾക്കതിൽ ലജ്ജ തോന്നുന്നു, നാം അതിൽ ദുഃഖിക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കാം, എനിക്കറിയാം. ആയതുകൊണ്ട് എന്റെ മക്കളെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ രാജ്യസ്നേഹികളായ ഒരു മുസ്ലിമീങ്ങളായി, രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളായി, ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിലെ പ്രതിനിധികളായി, ലോകത്തിൽ നിന്ന് ഉത്തമയായ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമോ, ഗൾഫ് ഭരണാധികാരികൾ ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യമാണ് ഗൾഫ് രാജ്യം. അവിടുത്തെ വിശാല ഹൃദയരായ ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ആ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും അവിടെ വരുവാനും, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, വരുവാനും, ജോലി ചെയ്യുവാനും, കച്ചവടം ചെയ്യുവാനും, അതിൽ നിന്ന് കിട്ടുന്ന കാശ് സ്വന്തം രാജ്യങ്ങളിലേക്ക് അയക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വിശാല ഹൃദയരായ ഭരണകർത്താക്കളാകുന്നു. അവിടെ ഹിന്ദു സഹോദരന്മാർക്കും സഹോദരികൾക്കും വേണ്ടി അമ്പലങ്ങളുണ്ട്. ക്രിസ്തീയ സഹോദരന്മാർക്കും സഹോദരികൾക്കും അവിടെ ചർച്ചുകളുണ്ട്. ഇസ്ലാമിക ഭരണം നടമാടുന്ന ദുബായിലും അല്ലെങ്കിൽ മസ്കറ്റ്, ഒമാനിലും, UAE-ലും, ഖത്തറിലും, ബഹ്റൈനിലും എല്ലാം നിങ്ങൾക്കറിയാം. അവിടെയൊക്കെ മറ്റ് സഹോദര സമുദായങ്ങളുടെ ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അത് ഇസ്ലാമിന്റെ ഇസ്സത്താണ് വർദ്ധിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഇസ്ലാമിക ഭരണകർത്താവ് ഇതാ ഞങ്ങൾക്ക് ഇവിടെ മതത്തിന് സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നിരിക്കുന്നു. ഫ്രീഡം. ഇസ്ലാം ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ആ രാജ്യത്ത് ആരാധിക്കാനുള്ള ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നിരിക്കുന്നു. അത് ഇസ്ലാമിന്റെ ഇസ്സത്താണ്. ഞാൻ നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എല്ലാ സഹോദര സമുദായങ്ങളുടെ ആളുകളെയും കൊണ്ടുപോകാറുണ്ട്. ഇവിടെ പലർക്കും അറിയാം. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മളുടെ ഒരു സമുദായം മാത്രം പോയി അധ്വാനിക്കുകയും കാശെടുക്കുകയും അവരുടെ കുടുംബം മാത്രം നല്ല നിലയ്ക്ക് ജീവിക്കുകയും ചെയ്യുമ്പോൾ തന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണിയിൽ നിങ്ങൾ പ്രതിയാകുന്നു എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായിയായ എനിക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും? അത് നാം എല്ലാ മതങ്ങളെയും ഒരുമിച്ച് സ്നേഹിച്ചേ പറ്റൂ. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രമാണം, നമ്മുടെ ആരാധന അത് നമ്മളും അല്ലാഹുവുമായിട്ടാണ്. ആയതുകൊണ്ട് എന്നീ വളർന്നു വരുന്ന യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാജ്യസ്നേഹികളും മതസ്നേഹികളുമായി വളരുകയും ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കാര്യത്തിൽ തൗഹീദ് ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് ബിദ്അത്തിനും ശിർക്കിനും എതിരിലും മാനസികമായും ശാരീരികമായും അതിനുവേണ്ടി പൊരുതുകയും ചെയ്യുന്ന നല്ലൊരു തലമുറയായി വളരട്ടെ. വളരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് ഇന്ന് ലോകത്തെമ്പാടും ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന്റെ പല കാര്യങ്ങളിലും അദ്ദേഹവുമായി സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വിനീതനാകുന്നു ഞാൻ. അദ്ദേഹത്തിന് ഇനിയും അല്ലാഹു ആരോഗ്യവും ആയുസ്സും ഈ ദീനീ കാര്യങ്ങൾക്ക് നിങ്ങളെ നയിക്കാനുള്ള ശക്തിയും ഊർജവും ചങ്കൂറ്റവും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് വിനീതനായ എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോടുള്ള അനർഘമായ എന്റെ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വ്യക്തിപരമായി ഏത് സഹകരണത്തിനും ഞാൻ തയ്യാറാണ് എന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.